നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവിടെ നടക്കാൻ പോകുന്ന ഈ മത്സരം BJPയും UDFും തമ്മിലെന്നാണ് പറയുന്നത്. എന്നാലൊട്ട് LDF അധികാരത്തിൽ വരാനും പോകുന്നില്ല. അപ്പോൾ UDF വരാൻ പോകുന്നതിന് ഏതെങ്കിലും തരത്തിൽ തടയിടുക എന്നുള്ളതാണ്. എന്നാലൊട്ട് BJP അധികാരത്തിൽ വരികയുമില്ല. BJP അധികാരത്തിൽ വരിക ഇല്ല എന്നുള്ളത് കൃത്യമായി എവർക്കും അറിയാം. 2031 എത്തുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്, 36 എത്തുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. പക്ഷേ 26 തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായി മാറുക, കേരളം ആര് ഭരിക്കണം എന്ന് തീർച്ചപ്പെടുത്തുന്നത് NDA മുന്നണി ആയിരിക്കും കേരളത്തിലെ എന്നുള്ളതാണ് അതിൻ്റെ പൊരുൾ. യഥാർത്ഥത്തിൽ LDF എന്തുകൊണ്ട് വരില്ല എന്നുള്ളതിന് പറയുന്നുണ്ട് മറുപടി. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അത്രത്തോളമുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒരിക്കലും മുഴുവൻ നേടിയെടുക്കാമെന്നുള്ള CPMന്റെ ശ്രമവും നടക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ യുവാക്കളുടെ വോട്ടും CPMന് ലഭിക്കില്ല. രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട്. രണ്ട്, യുവാക്കളുടെ വോട്ടും CPMന് ലഭിക്കില്ല. യുവാക്കളുടെ വോട്ട് നമുക്കറിയാം, അവർക്ക് കൃത്യമായ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ ബോധമില്ല, ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ഉള്ളവർക്കായിരിക്കും അവർ വോട്ട് കൊടുക്കുക. യുവാക്കള് പലരും തന്നെ വോട്ട് ചെയ്യാതെ മാറി നിൽക്കും. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ഏറിയ പങ്കും വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു എന്ന് പറഞ്ഞ് അവരെ എത്താൻ പോകുന്നില്ല. കേരളത്തിന് വെളിയിലുള്ള ഏതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ പോലും എത്താൻ പോകുന്നില്ല. അപ്പോൾ യുവാക്കളുടെ വോട്ടിൽ ഒരിക്കലും അങ്ങനെ തീർച്ച പറയാൻ സാധിക്കത്തില്ല. പക്ഷെ അവർ എന്തായാലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു വികസന നോക്കി മാത്രമായിരിക്കും, ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ആയിരിക്കും അവരെ എപ്പോഴും ഇഷ്ടപ്പെടുക. ഈ SFIക്കാർ പോലും CPMന് വോട്ട് ചെയ്യില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. NDA എത്ര സീറ്റ് നേടുമെന്ന് പ്രവചിക്കാനില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കേരളത്തിൽ BJP വിജയിക്കുന്ന തരത്തിലുള്ള മത്സരം കാഴ്ചവെക്കും. ശരിയാണ്, അതിനകത്ത് ചോദ്യം ചെയ്യുന്നില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 മണ്ഡലങ്ങളിൽ BJP മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കും. ഇനി മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ വിജയം എത്തിക്കുകയും ചെയ്യാൻ കഴിയും. ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ പോലുള്ള സ്ഥാനാർത്ഥികൾ, ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും നമുക്കറിയാം അത് വിജയത്തോടടുക്കുകയാണ് ചെയ്യുന്നത്. ആറ്റിങ്ങലിൽ വിജയിച്ചു എന്ന് കരുതിയതാണ്. ആലപ്പുഴയിലോ എങ്ങും വളരെ താഴ്ന്നു കിടന്നിരുന്ന ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു. അതിനെ A ക്ലാസ് മണ്ഡലമാക്കി ഉയർത്തിയെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോലും ഈ യഥാർത്ഥത്തില് BJP വലിയൊരു കടന്നുകയറ്റം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ BJPയുടേത് വർഗീയ രാഷ്ട്രീയമാണെന്നൊക്കെ എതിരാളികൾ ആരോപിക്കുന്നതിന് മറികടക്കാനാണോ വികസന രാഷ്ട്രീയം ഉയർത്തുന്നത് എന്നൊരു ചോദ്യം രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുക, അടൽ ബിഹാരി വാജ്പേയി മുതൽ മോദി വരെ ഒരു BJP നേതാവിൽ നിന്നും വർഗീയ പരാമർശങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും, എന്നാൽ നാടിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും പൈതൃകത്തിലും അഭിമാനം കൊള്ളുന്ന പാർട്ടിയാണെന്നാണ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ട തരത്തിലുള്ള പരിഗണന BJP കൊടുക്കും. ക്രൈസ്തവ മുഖം കൃത്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് BJPയിൽ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. BJP സീറ്റ് വിഭജനം 140 സീറ്റുകളിൽ NDA മത്സരിക്കും. മുസ്ലിം സമുദായത്തിന് വേണ്ട തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കും. അവരുടെ വിഭാഗത്തിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുക. അതും പ്രധാനമായിട്ടും അവരുടെ കേന്ദ്രങ്ങളിലേക്ക്, മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ
മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും NDAയുടെ ബാനറിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് BJPയുടെ കണക്കുകൂട്ടലുകൾ നമ്മൾ കരുതുന്നതിൽ നിന്നും അപ്പുറമാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു 38-40 സീറ്റുകളിലാണ്. ഈ 40 സീറ്റ് എന്നുള്ള കണക്ക് ഇക്കഴിഞ്ഞ ഏറ്റവും അവസാനം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഏതാണ്ട് 35,000-ന് മുകളിൽ വോട്ട് നേടിയിട്ടുള്ള മണ്ഡലങ്ങൾ വെച്ചുകൊണ്ടാണ്. ഒപ്പം 24-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടിയുണ്ട്. അതിലെ കൃത്യമായ കണക്കെന്ന് പറയുന്നത് 9 ഇടങ്ങളിലാണ്, 9 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ്. ഈ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങള് 1ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ല എന്നും കൂടി ഓർക്കണം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കടന്നു കയറുന്നതിന്റെ അപകടം CPM മനസ്സിലാക്കി. അതുകൊണ്ടാണല്ലോ അവര് പാർട്ടി തന്നെ വിലയിരുത്തിയ കാര്യമാണ്. CPM കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ചയുണ്ടായി, പ്രത്യേകിച്ച് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കൂടുകയാണ് ചെയ്തത്, കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ വോട്ടുകളൊന്നും തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ പേരിലൊക്കെയാണല്ലോ അയ്യപ്പ സംഗമം നടത്തി നോക്കിയത്. അതിലൂടെ ഈ ഹിന്ദു സമുദായത്തിന്റെ മുഴുവൻ വോട്ട് ഏകീകരിക്കാം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ CPMന് കൈവിട്ടു പോവുക മാത്രമല്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും ഒരു അപകടകരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി BJP അതിശക്തമായിട്ട് മുന്നേറ്റം കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 മുന്നണികൾക്കും അപാരമായ തരത്തിലുള്ള ഡാമേജ് ആയിരിക്കും ഉണ്ടാകാൻ പോവുക. UDF ജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സ്ഥിതി ആകെ മാറും. അവർ രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് അവർ അങ്ങ് നിലം പതിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പലരും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകും. കോൺഗ്രസ് നയിക്കുന്ന ഘടകകക്ഷിയുടെ സ്ഥിതി എന്താകും? ഘടകകക്ഷികളൊക്കെ തന്നെ മുന്നണി ബന്ധം വിച്ഛേദിച്ച് പോകുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ വളരാൻ പോകുന്ന ഏത് മുന്നണി എന്ന് ചോദിച്ചാൽ NDA മുന്നണിയിലേക്കുള്ള കടന്നുകയറ്റമായിരിക്കും ഉണ്ടാകാൻ പോവുക. നമുക്കറിയാം, ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകര് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട്, നല്ല പങ്ക് പറയുന്നുണ്ട്, UDF അധികാരത്തിലേക്ക് വരും, ഭരണവിരുദ്ധ വികാരം രണ്ടിടത്തിലേക്കും BJPയിലേക്കും UDFിലേക്ക് വോട്ട് പോകും, അത് UDFന് അനുകൂലമായിട്ടായിരിക്കും. അങ്ങനെ അനുകൂലമായിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെയും വലിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോകത്തില്ല. അവരുടെ കണക്കുകൂട്ടലുകളുണ്ട്. ആ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ ശരിയാകണമെന്നില്ല. കാരണം BJP അത്ര സ്പേസ് ഉണ്ടാക്കുന്നു. ആ സ്പേസാണ് ഈ LDFന്റെയും UDFന്റെയും കണക്ക് തെറ്റാൻ ഇടയാക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ 100 സീറ്റ് 110 സീറ്റ് വരെ നേടുമെന്ന് UDF കണക്കുകൂട്ടൽ, LDFന്റെ കണക്കുകൂട്ടൽ പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ട് 100 അതുക്കും മേലെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടായിരിക്കും കേരളത്തിൽ BJP ഇവിടെ ഇടം പിടിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.